അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം കടുത്ത സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ പ്രശസ്ത അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധനായ റിച്ചാർഡ് വുൾഫ് US സ്വീകരിച്ച പുതിയ സാമ്പത്തിക നടപടികളെ രൂക്ഷമായി വിമർശിച്ചു. 2025 ഓഗസ്റ്റിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇന്ത്യയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി. ഇതിന് പിന്നിലെ കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ എണ്ണ വൻതോതിൽ ഇറക്കുമതി ചെയ്തതും റഷ്യ-യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ മറികടന്നു എന്നതുമൊക്കെയാണ്. എന്നാൽ വുൾഫ് പറയുന്നത് അമേരിക്കയുടെ ഈ നടപടി ചെറിയ ഒരു എലി ഒരു ആനയ്ക്ക് നേരെ മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നത് പോലെ അസംബന്ധമായ ശ്രമമാണ് എന്നതാണ്. ഇതിലൂടെ ഇന്ത്യയെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്നും മറിച്ച് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്നുമാണ് വുൾഫ് പറയുന്നത്. ഇന്ത്യ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ്. അതിന്റെ വൻതോതിലുള്ള ഊർജ്ജ ആവശ്യങ്ങൾക്കും വിദേശ ബന്ധങ്ങൾക്കും അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഇന്ത്യ ഒരിക്കലും നിർബന്ധമാകില്ല എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന എണ്ണയിൽ നിന്ന് 10 മടങ്ങ് ലാഭം ഇന്ത്യക്ക് കിട്ടുന്നുണ്ട്. ഈ എണ്ണ ശുദ്ധീകരിച്ച് പല ഉൽപ്പന്നങ്ങളാക്കി വിപണിയിൽ ഇറക്കി വ്യാപാരം ചെയ്യുന്നതിലൂടെ അധിക ലാഭവും ഇന്ത്യക്ക് സ്വന്തമാവുന്നുണ്ട്. ഇതാണ് ഇന്ത്യയെ ദേശീയ താൽപ്പര്യങ്ങളെ മുൻനിർത്തി റഷ്യയുമായുള്ള ദീർഘകാല ബന്ധം നിലനിർത്താൻ പ്രേരിപ്പിക്കുന്നത്. സോവിയറ്റ് കാലം മുതൽ ലഭിച്ച സൈനിക സാങ്കേതിക പിന്തുണയും ഇന്നും ഇന്ത്യയുടെ പ്രതിരോധ ആയുധങ്ങളുടെ 60% റഷ്യൻ നിർമ്മിതമാണെന്ന വസ്തുതയും ഈ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. വുൾഫിന്റെ വിലയിരുത്തലിൽ അമേരിക്കയുടെ അധിക തീരുവ ഇന്ത്യയെ നേരിട്ട് ബാധിക്കുന്നതിനേക്കാൾ ഇന്ത്യയെ ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ ബ്രിക്സ് രാജ്യങ്ങളുമായി കൂടുതൽ അടുപ്പത്തിലാക്കും. ഇന്ന് ബ്രിക്സ് കൂട്ടായ്മയിൽ ഇറാൻ, ഈജിപ്ത്, എത്യോപ്യ, UAE എന്നിവയും ചേർന്നിരിക്കുകയാണ്. ആകെ നോക്കുമ്പോൾ ലോകോത്പാദനത്തിന്റെ 35% വിഹിതം ബ്രിക്സ് കൈവശം വച്ചിരിക്കുന്നു. G7 രാജ്യങ്ങളുടെ വിഹിതം 28% കുറഞ്ഞിട്ടുണ്ട്. ബ്രിക്സ് രാജ്യങ്ങൾ പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്തി US ഡോളറിന്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. കൂടാതെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് പോലുള്ള സമാന്തര സാമ്പത്തിക സ്ഥാപനങ്ങൾ വഴി പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടക്കുന്നു. വുൾഫ് ഇതിനെ ഹോട്ട് ഹൗസിംഗ് എന്ന് വിശേഷിപ്പിച്ചു. ചെടിയെ കൃത്രിമമായി വേഗത്തിൽ വളർത്തുന്നത് പോലെ അമേരിക്കയുടെ സമ്മർദ്ദം ബ്രിക്സിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നുവെന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഈ വിഷയത്തിൽ ഇന്ത്യയുടെ പ്രതികരണം ശക്തമാണ്. അധിക തീരുവകൾ അന്യായവും യുക്തിരഹിതവുമാണെന്ന് പ്രഖ്യാപിക്കുകയും ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി. അമേരിക്കയുടെ നിലപാട് തങ്ങളുടെ വിപണി നിയന്ത്രിക്കാനുള്ള ഏകപക്ഷീയമായ ശ്രമമാണെന്നും ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയ്ക്കും മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പരിപാടികൾക്കും വിരുദ്ധമാണെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ നീക്കം 2023 US നടത്തിയ $77 ബില്യൺ കയറ്റുമതികളെ 70% വരെ കുറയ്ക്കാൻ കാരണമാകും. ഇത് തൊഴിലില്ലായ്മ സൃഷ്ടിക്കുമെങ്കിലും വുൾഫിന്റെ അഭിപ്രായത്തിൽ കൂടുതൽ തിരിച്ചടി നേരിടുന്നത് അമേരിക്ക തന്നെയാണ്. ഉപഭോക്തൃ വിലകൾ ഉയർന്ന് ശരാശരി കുടുംബങ്ങൾക്ക് വർഷം തോറും $2000 മുതൽ $3000 അധിക ചെലവുണ്ടാക്കും. കൂടാതെ ഇന്ത്യ 2019 ചെയ്തതുപോലെ US ഉൽപ്പന്നങ്ങൾക്ക് തിരിച്ചടി തീരുവകൾ ഏർപ്പെടുത്താനും സാധ്യതയുണ്ട്. ഈ സംഭവ വികാസങ്ങൾ എല്ലാം കൂടി നോക്കുമ്പോൾ ലോകക്രമം മൾട്ടി പോളാരിറ്റിയിലേക്ക് നീങ്ങുകയാണെന്ന് വ്യക്തമാണ്. അമേരിക്കയുടെ ഏകപക്ഷീയ ആധിപത്യം വെല്ലുവിളിക്കപ്പെടുകയും ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകൾ ശക്തമായ ബദലുകളായി വളരുകയും ചെയ്യുന്നു. പുതുക്കാവുന്ന ഊർജം, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, സാങ്കേതിക സഹകരണം എന്നിവയിലൂടെ ബ്രിക്സ് രാജ്യങ്ങൾ ഒരു പുതിയ സാമ്പത്തിക ശക്തി കേന്ദ്രം രൂപീകരിക്കുന്നു. ഇതോടെ അമേരിക്കയുടെ ശ്രമങ്ങൾ, പ്രത്യേകിച്ച് ചൈനയെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ പോലും പ്രതീക്ഷിച്ചതിനേക്കാൾ തിരിച്ചടിയായി പ്രവർത്തിക്കുകയാണ്. ഇതിനാലാണ് റിച്ചാർഡ് വുൾഫ് പറയുന്നത് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്ന അമേരിക്ക യഥാർത്ഥത്തിൽ തന്റെ തന്നെ കാലിൽ വെടിയുതിർക്കുകയാണ് എന്ന്. ഇന്ത്യ ഇന്ന് സ്വതന്ത്ര ശക്തിയായി ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രമാണ്. അതിന്റെ തീരുമാനങ്ങൾ ഇനി അമേരിക്കയുടെ ഇഷ്ടാനുസരണം നയിക്കപ്പെടില്ല. ലോകം ഒരേ സമയം പല ശക്തി കേന്ദ്രങ്ങളിലേക്കാണ് നീങ്ങുന്നത്. ആ പ്രക്രിയയെ അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങൾ തന്നെ വേഗത്തിലാക്കുന്നുവെന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ കാട്ടിത്തരുന്നത്.